ഹലോ. അപ്പൊ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ പെട്രോളിയം ജെല്ലിനെ പറ്റിയാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വാസലിൻ അല്ലേ എല്ലാരും വീട്ടിൽ ഉപയോഗിക്കുന്ന വാസലിന്റെ ഒരു 10 യൂസുകളെ പറ്റിയാണ് ഞാൻ നിങ്ങൾക്ക് പറയാൻ തരാൻ പോകുന്നത്. അപ്പൊ ആദ്യമായിട്ടാണ് നിങ്ങൾ എന്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. നമുക്ക് നോർമലി എല്ലാവർക്കും അറിയാലോ, ഈ പെട്രോളിയം ജെല്ലി എന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് യൂസുള്ള കാര്യമാണ്. നമ്മളിത് നോർമലി കടകളിൽ നിന്ന് മേടിക്കാറുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഗൾഫിൽ നിന്നൊക്കെ ഇഷ്ടം പോലെ കൊണ്ടുവരാറുണ്ട്. അങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലേ. നമ്മൾ കൂടുതലും ഗൾഫിൽ നിന്ന് കൊണ്ടുവരുന്ന ടീമുകളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുമല്ലോ. എന്റെ വീട്ടിലെ അപ്പൂപ്പനും അമ്മൂമ്മയൊക്കെ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് ഇത് വെക്കുന്നുണ്ടായിരുന്നു. അപ്പോഴൊന്നും എനിക്കിതിന്റെ യൂസ് ഒന്നും അറിയത്തില്ലായിരുന്നു. കുറച്ച് റീസെന്റ്, അതായത് കുറച്ച് നാളായിട്ടാണ് എനിക്ക് ഈ വാസ്ലിൻ്റെ അല്ലെങ്കിൽ പെട്രോളിയം ജെല്ലി എന്നുള്ളതിന്റെ ഉപയോഗങ്ങൾ എനിക്കറിയാവുന്നത്. ആക്ച്വലി ഇതിന്റെ പേര് പെട്രോളിയം ജെല്ലി എന്നാണ്. പക്ഷേ ഇതിന്റെ കമ്പനി ആയിട്ട് വരുന്നത് വാസലിൻ, അങ്ങനെയാണ് സംഭവം. ജെല്ലി, ഇതിന്റെ വാസലിൻ എന്നുള്ളത് ബ്രാൻഡ് പേരാണ്. അതിന്റെ അകത്തുള്ളതാണ് ഈ പെട്രോളിയം ജെല്ലി. അപ്പൊ ഈ പെട്രോളിയം ജെല്ലി എന്ന് വെച്ചിട്ട് നമുക്ക് അത് കൊണ്ട് ആ ജെല്ലി ഉപയോഗിച്ചിട്ട് നമ്മുടെ സ്കിന്നിന് ഒരുപാട് 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 ഉപയോഗങ്ങളുണ്ട്. ഇത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത് എനിക്ക് കോമൺ ആയിട്ട് യൂസ് ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് ഒരു ഫലപ്രദമായിട്ട് തോന്നിയ ഒരു 10 കാര്യങ്ങളാണ്. അത് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടാണ് നിങ്ങൾക്ക് അത് പറഞ്ഞു തരുന്നത്. ഇപ്പോഴാണ് ശ്രദ്ധിച്ചത്, ഫാൻ ഇട്ടുകൊണ്ട് വീട് ജസ്റ്റ് സ്ക്രീൻ ഇങ്ങനെ കുലുങ്ങുന്നുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അതായത് ഒന്നാമതായിട്ട് നമുക്കൊരു ലിപ് ബാം ആയിട്ട് ഉപയോഗിക്കാം. അതായത് നമ്മുടെ ചുണ്ടില് ഈ സമയത്ത് വിന്റർ അങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മുടെ ചുണ്ട് ഒരുപാട് ക്രാക്ക് ആയിട്ട് പൊട്ടും. എന്റെ ചുണ്ട് ഇഷ്ടം പോലെ പൊട്ടാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നിങ്ങൾക്ക് നൈറ്റ് മാത്രം നിങ്ങളുടെ ചുണ്ടിൽ ഒരു ലിപ് ബാം ആയിട്ട് ഉപയോഗിക്കാവേ. നൈറ്റ് ഉപയോഗിക്കാവൂ. രാവിലെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പുറത്ത് പോകുമ്പോഴത്തേക്ക് സൂര്യന്റെ ചൂടേറ്റിട്ട് നമ്മുടെ ചുണ്ട് കൂടുതൽ ഡാർക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ഈ വാസലിന് ലിപ് ബാം ആയിട്ട് യൂസ് ചെയ്യുന്നത് രാത്രി മാത്രമേ യൂസ് ചെയ്യാവൂ. അത് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചുണ്ടില് പിഗ്മെന്റേഷൻ, പിന്നെ ലിപ്പ് ക്രാക്ക് ആവുന്നത്, പൊട്ടുന്നത്, അതൊക്കെ കുറഞ്ഞിട്ട് ചുണ്ട് നല്ല സോഫ്റ്റ് ആവും. അടുത്തത് എന്ന് പറയുമ്പോൾ നിങ്ങൾ പരീക്ഷിച്ച് നോക്കണം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുന്ന ഒരു സംഭവമാണ് നമ്മുടെ ഹെയർ ഇല്ലേ, അതായത് നമ്മുടെ മുടീന്റെ തുമ്പില് അതിനിപ്പോ എന്തിനു പറയണ, തുമ്പ് ഇങ്ങനെ വെണ്ട് കീറി പോവുക, അല്ലെങ്കിൽ മുടിയിൽ കായം ഉണ്ടാവുക എന്നൊക്കെ പറയുമല്ലോ. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നിങ്ങൾ പെട്രോളിയം ജെല്ലി, അതായത് നമ്മൾ വാസലിൻ എന്ന് കോമൺ ആയിട്ട് പറഞ്ഞാൽ മതി. ഈ വാസലിൻ എടുത്തിട്ട് നിങ്ങളുടെ കയ്യിൽ കുറച്ചെടുത്തിട്ട് നിങ്ങൾ നൈറ്റ് കിടക്കുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങളുടെ ഹെയറിന്റെ തുമ്പത്ത് എവിടെയാണോ ഡാമേജ് ഉള്ളത് അവിടെ നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെന്നെങ്കിൽ സൂപ്പർ ആയിരിക്കും. അതായത് ഒരു മാസം കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുക, തീർച്ചയായിട്ടും അത് പോകുന്നതാണ്. നമ്മുടെ വീട്ടിൽ വയസ്സായവരുണ്ടെന്നുണ്ടെങ്കിൽ, വയസ്സായവരെന്നല്ല, എല്ലാവർക്കും ഉപയോഗിക്കാം. കൂടുതലും ഈ ഒരു ഏജ് കഴിഞ്ഞ ആൾക്കാർക്കാണല്ലോ നമ്മുടെ കാലിന്റെ അടിയിൽ വിണ്ട് കീറുന്നതും ഇങ്ങനെ പൊട്ടി പൊട്ടി ക്രാക്ക് പോലെയൊക്കെ ആവുന്നത്. അപ്പൊ അവരുടെ കാലിന്റെ അടിയിലായിട്ട് നമ്മൾ ഇങ്ങനെ തേച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ സൂപ്പർ ആയിരിക്കും എന്ന് വെച്ചാൽ നല്ലപോലെ കുറയും. അതായത് നമുക്ക് അതിന് ശേഷം ഒരു പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതൊക്കെ മാറും, സൂപ്പറായിട്ട് മാറും. അതേപോലെ തന്നെ നിങ്ങൾക്കൊരു 2-3 വീക്കിനുള്ളിൽ തന്നെ ചെറിയ ചെറിയ മാറ്റങ്ങളും കാണാൻ പറ്റും. അടുത്തത് എന്ന് പറയുന്നത് നിങ്ങൾ മോയ്സ്ചറൈസർ ആയിട്ട് യൂസ് ചെയ്യാം. മോയ്സ്ചറൈസർ ആയിട്ട് എന്ന് വെച്ചാൽ നമ്മുടെ ഫേസിൽ രാത്രി കാലങ്ങളിൽ നിങ്ങൾ കിടക്കുമല്ലോ, ആ കിടക്കുന്ന സമയത്ത് നിങ്ങളുടെ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു മോയ്സ്ചറൈസർ ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പിന്നീടുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഡ്രൈനെസ് ഉണ്ടാവുമല്ലോ, ഫേസിലെ ഡ്രൈനെസ്, കാല് കൈ ഒക്കെ ഡ്രൈനെസ് ആവുമല്ലോ. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളിത് കാലിലും കയ്യിലും തേക്കുകയാണെന്നുണ്ടെങ്കിലും അത് ഒരു അടിപൊളി ഹാക്കായിരിക്കേ. പറയാനുള്ളത്, നിങ്ങൾക്ക് കണ്ണിനടിയിൽ ഡാർക്ക്നെസ് ഉണ്ടെന്നുണ്ടെങ്കിൽ, അതായത് ഉറക്കമില്ലായ്മ കൊണ്ട് നിങ്ങൾക്ക് ഡാർക്ക്നെസ് ഉണ്ടാവുമല്ലോ, അണ്ടർ ഐ ഡാർക്ക്നെസ്, അതിന് സൂപ്പർ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരിതാണ് ഈ വാസലിൻ എന്ന് പറയുന്നത്. നിങ്ങൾ കിടക്കുന്നതിന് മുന്നേ ആയിട്ട് രാത്രി ഇങ്ങനെ അപ്ലൈ മീൻസ് ഇങ്ങനെ അറിയാലോ, ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ അപ്ലൈ ചെയ്തിട്ട് അത് അതേപോലെ തന്നെ വെച്ച് കിടക്കുന്നിട്ട് രാവിലെ നിങ്ങൾ വാഷ് ചെയ്ത് കളയുക. അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കണ്ണിനടിയിൽ കറുപ്പ് കുറയുന്നതിന് ഇത് യൂസ് ആവും. പിന്നെ ഇത് ഞാൻ തന്നെ കണ്ടുപിടിച്ചിട്ടുള്ള ഒരു ഹാക്കാണ്. നമുക്ക് പെറുത്ത് മുറിവൊക്കെ ഉണ്ടാവുമല്ലോ, അതായത് ഇങ്ങനെ സ്ക്രാച്ചുകൾ ഉണ്ടാവുമല്ലോ, ആ സ്ക്രാച്ചിൽ നമ്മൾ ഇതിങ്ങനെ തേച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അത് പൊറുക്കുന്നതെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ അത് ഊറിപ്പോകുന്നതായിരിക്കും. അപ്പൊ അങ്ങനെയും നിങ്ങൾക്കത് യൂസ് ചെയ്യാം. പിന്നെ ഇതെന്ന് വെച്ചാൽ ഞാൻ പരീക്ഷിച്ച് നോക്കിയതാണ്. കുഞ്ഞുങ്ങളുണ്ടല്ലോ, കൊച്ചു കുഞ്ഞുങ്ങൾ, അപ്പൊ നമ്മള് കുട്ടിയൊക്കെ എപ്പോഴും ഡൈപ്പർ യൂസ് ചെയ്യുന്നില്ലേ, അപ്പൊ ഡൈപ്പർ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ കാലിന്റെ ഇടയിലൊക്കെ ഇങ്ങനെ
കാലിന്റെ ഇടയിലൊക്കെ ഇങ്ങനെ പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അവിടെയൊക്കെ നമ്മൾ ഡയപ്പർ യൂസ് ചെയ്യുന്നതിന് മുമ്പ് ഒരു ഡയപ്പർ ക്രീം ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പിന്നീടുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് തലയിലൊക്കെ താരനുണ്ടാവുമല്ലോ. അപ്പൊ താരനുണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്മളിപ്പം എന്തെങ്കിലും ഒരു റെമഡി ട്രൈ ചെയ്ത് നോക്കുമല്ലോ, ആ റെമഡിയുടെ കൂടെ ഇപ്പം നിങ്ങൾ തലയിൽ തൈരും മഞ്ഞളും ആണ് ഇട്ട് മഞ്ഞളും ഇട്ടിട്ട് നിങ്ങൾ തലയിൽ താരം പോക്കാൻ വേണ്ടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾ ഈ പെട്രോളിയം ജെല്ലി വാസലിനും കൂടെ ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്ത് തലയിൽ തേക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബെറ്റർ റിസൾട്ട് കിട്ടുന്നതായിരിക്കും. പിന്നെ ഒരു കാര്യമുള്ളതെന്ന് വെച്ചാൽ ഇത് നിങ്ങൾക്ക് കറക്റ്റ് യൂസ് ആവും കേട്ടോ. നിങ്ങൾ ഫേസ് അതായത് നിങ്ങൾ ഫേസിലെ രോമം എടുക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ മോയ്സ്ചറൈസർ കിട്ടിയില്ല അല്ലെങ്കിൽ അലോവേര ജെല്ലി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളിത് ഫേസിൽ ആദ്യം അപ്ലൈ ചെയ്തിട്ട് അതങ്ങനെ എടുത്തിട്ട് നിങ്ങൾ എന്തായാലും ഫേസ് വാഷ് ഉണ്ട് ഫേസ് കഴുകാൻ വേണം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പൊ ഈ വാസലിൻ ആകുമ്പോൾ നല്ല ഓയിലി കൺസിസ്റ്റൻസിയിൽ ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഇത് എടുക്കാൻ പറ്റും. അടുത്തതായി നിങ്ങൾക്ക് ഒരു മോയ്സ്ചറൈസർ അല്ലെങ്കിൽ ഒരു ബോഡി ക്രീം ഉണ്ടല്ലോ, നിങ്ങൾക്ക് ബോഡി എപ്പോഴും മോയ്സ്ചർ ലോക്ക് ആയിട്ട് ഇരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ബോഡി ക്രീം ആയിട്ട് ഇത് യൂസ് ചെയ്യാമേ. എന്ന് വെച്ചാൽ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കുറച്ചെങ്കിലും എനിക്ക് മാറ്റം വന്നിട്ടുണ്ട്. അതായത് നമ്മുടെ കൈമുട്ടിന്റെ കറുപ്പില്ലേ, ആ കറുപ്പ് മാറ്റാൻ വേണ്ടിയിട്ട് നിങ്ങൾ ട്രൈ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വാസലിൻ ഉണ്ടല്ലോ, അതായത് ഇത് പെട്രോളിയം ജെല്ലി ഒക്കെ ഇത് നിങ്ങൾ കൈയിന്റെ മുട്ടിന്റെ അകത്ത് ഇങ്ങനെ ഇടുക, ഒരു 10-15 മിനിറ്റ് റബ്ബ് ചെയ്യുക, അത് അതേപോലെ വെക്കുക. ഇത് കൂടുതലും നിങ്ങൾ നൈറ്റ് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടോ. പുറത്ത് പോകുമ്പോൾ നമ്മൾ സണ്ണുമായിട്ട് ഈ പെട്രോളിയം ജെല്ലി പെട്രോളിയം ജെല്ലിയും സണ്ണും കൂടെ തമ്മിൽ അധികം ചേരത്തില്ല. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ സ്കിൻ ഇറിറ്റേഷൻസ് ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ കയ്യിൽ മുട്ടൊക്കെ കറുപ്പ് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ റബ്ബ് ചെയ്തെടുത്തിട്ട് 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് അതേപോലെ തന്നെ വെക്കുക. എന്നിട്ട് രാവിലെ നിങ്ങൾ വാഷ് ചെയ്ത് കളഞ്ഞാൽ മതിയേ. അടുത്ത കാര്യം എന്ന് വെച്ചാൽ ഇത് നിങ്ങൾക്ക് യൂസ് ആവും കേട്ടോ. നിങ്ങളുടെ വീട്ടിൽ പ്രായമുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പൂപ്പൻ അമ്മൂമ്മ മുത്തശ്ശി കിടപ്പ് രോഗികൾ അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരുണ്ടാവുമല്ലോ. അപ്പൊ അവരെ പെരത്തൊക്കെ ഒരുമാതിരി പൊടി പോലെ പൊടിഞ്ഞൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അവരുടെ പെറൊക്കെ നല്ല വയസ്സാവുന്നവരാകുമ്പോൾ അവരുടെ പെറ നല്ല ക്രാക്കായിട്ടിരിക്കുന്നതായിരിക്കുമല്ലോ. അപ്പൊ അവരുടെ ദേഹത്ത് നമ്മൾ രാവിലെ രാത്രി അവർക്ക് കുളിച്ചിട്ട് വാഷ് ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഫേസ് എപ്പോഴും ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കുകയും നല്ല സ്മൂത്ത് ആൻഡ് ഷൈനി ആയിട്ടിരിക്കുകയും ചെയ്യും. നിങ്ങളുടെ ഹെയർ ഇങ്ങനെ ഫ്രിസി ആയിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സെറം യൂസ് ചെയ്യുന്നതിന് പകരമായിട്ട് നിങ്ങളുടെ ഹെയറിൽ ലേശം, അതായത് കുറച്ച് എടുത്തിട്ട് നിങ്ങൾ ഹെയറിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും പോകുന്നതിന് മുമ്പ് പെട്ടെന്ന് ഒരുങ്ങണം, അല്ലെങ്കിൽ മുടി ഇങ്ങനെ പൊന്തിച്ചിരിക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ മുടി അധികം പൊന്തിക്കാതെ എന്നാൽ സ്റ്റൈൽ ചെയ്യാനും പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് ഈ പെട്രോളിയം ജെല്ലി നിങ്ങളുടെ മുടി തേച്ച് കൊടുത്തിട്ട് മുടി സ്റ്റൈൽ ചെയ്യാവുന്നതാണ്. പക്ഷെ ഇതെന്നും നിങ്ങൾ ആവർത്തിക്കരുത്. നിങ്ങൾക്ക് ഫംഗ്ഷൻ ഉള്ളപ്പോഴോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പുറത്ത് പോകുമ്പോഴോ അങ്ങനെ ഇങ്ങനെ കല്യാണം അങ്ങനെ ഇങ്ങനെയൊക്കെ ഉള്ള സമയത്തിൽ മാത്രം ചെയ്തു നോക്കുക. എന്ന് യൂസ് ചെയ്യരുത്. ചിലപ്പോൾ അത് നമ്മുടെ ഹെയറിന്റെ കണ്ടീഷൻ അനുസരിച്ച് ഡാമേജ് ആവാൻ ചാൻസ് ഉണ്ട്. പക്ഷെ എനിക്ക് ഇതുവരെ കുഴപ്പമൊന്നും വന്നിട്ടില്ല. എന്നാലും ഞാൻ എല്ലാവരുടെ ഹെയർ ടൈപ്പ് ഒരേപോലെ ആവണമെന്നില്ലല്ലോ, അതുകൊണ്ടാണ്. എനിക്ക് തോന്നുന്നു ഞാൻ 10 പറഞ്ഞു തരാന്ന് പറഞ്ഞിട്ട് എനിക്ക് 10-11 പറഞ്ഞു 9 പറഞ്ഞു എത്രയും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം കുറഞ്ഞു പോയാലും കൂടിപ്പോയാലും നിങ്ങളങ്ങ് ക്ഷമിച്ചേക്ക്. അപ്പൊ അത്രേ ഉള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യുക. പിന്നെ ഇത് വാസലിൻ ജെല്ലി ആണല്ലോ, അപ്പൊ ഇതിന്റെ ഉപയോഗം നിങ്ങൾ ഇതുവരെ ഇതെന്താണ് അല്ലെങ്കിൽ ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്തെങ്കിലുമൊക്കെ ചെയ്യാം എന്നൊന്നും അറിഞ്ഞൂടാതെ നിങ്ങളുടെ അലമാരിലൊക്കെ പൂട്ടി വെച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ വീഡിയോ ഉപകാരപ്പെടുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം നേരത്തെ എനിക്ക് അറിയത്തില്ലായിരുന്നു. ഞാനും ഇതൊക്കെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടാണ്, അതായത് ഞാനിങ്ങനെ ഇതിങ്ങനെ പൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു, 2-3 ഒക്കെ പൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് അറിഞ്ഞൂടായിരുന്നു ഇത് എന്തിനാണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ ഇന്ത്യയിലാണ് കൂടുതൽ ഇതങ്ങനെ യൂസ് ചെയ്യാത്ത കേട്ടോ. പുറത്ത് രാജ്യങ്ങളിലൊക്കെ ആണെങ്കിൽ ഇത് മാത്രമാണ് അവിടുത്തെ ഏറ്റവും വലിയ. യൂറോപ്യൻ കൺട്രീസിൽ എന്ത് അവരുടെ ദേഹത്തിന് എന്തൊരു അസ്വസ്ഥത, മുറിവ് അങ്ങനെയുള്ളതൊക്കെ വന്നാലും അവർ യൂസ് ചെയ്യുന്ന ഇതാണ് കേട്ടോ. സോഫ്റ്റ്നെസ് ആവാനും ഇതിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ അത്രയേ ഉള്ളൂ. ടാറ്റാ.